അച്ഛനെ തിരിച്ചറിഞ്ഞ് ഭൂമിജ അങ്ങനെ ഭൂമിജയാണെങ്കിൽ തൻ്റെ വീട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം മടങ്ങി എത്തുന്ന ഒരു കാഴ്ചയാണ് പ്രേക്ഷകരെ, കൂട്ടുകാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതായത് ഭൂമിജയെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഭൂമിജയെ ക്ഷണിക്കുന്നുണ്ട് ഒരു ഫംഗ്ഷന്. അവിടെ ചെല്ലുമ്പോൾ ഭൂമിജയാണെങ്കിൽ മുത്തശ്ശിയിൽ നിന്നും പ്രീതി പിടിച്ചു പറ്റുകയും നീയാണ് എൻ്റെ മരുമകളായിട്ട് വരാനായിട്ട് പോവുക എന്ന് പറയുകയും ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രതീകമായി മാല കൊടുക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഭൂമിജയാണെങ്കിൽ അത് പേടിക്കുന്നുണ്ട്. ഇതിനിടയിലാണെങ്കിൽ ഭൂമിജയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അതായത് നമ്മുടെ ഭൂമിജയുടെ അമ്മയാണെങ്കിൽ, അജയുടെ അപ്പച്ചിയാണെങ്കിൽ പറയുന്നുണ്ട്, താൻ തൻ്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഏൽപ്പിച്ചു. ആ കുഞ്ഞിപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന് തനിക്കറിയണം. അതുമാത്രം അറിയാനാണ് താൻ ഈ പെടാപ്പാട് മൊത്തം പെടുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഭൂമിജ അവിടെ എല്ലാവരുടെയും പ്രീതിയൊക്കെ പിടിച്ചു പറ്റുന്നത് നമ്മുടെ അജയുടെ കാമുകിക്ക് സഹിക്കുന്നില്ല എന്ന് കാണാനായിട്ട് കഴിയും. അജയുടെ കാമുകിയാണെങ്കിൽ ഭൂമിജയ്ക്കിട്ട് നല്ല പണി തന്നെ കൊടുക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും ഭൂമിജ അവളുടെ കരണമടിച്ച് പുകയ്ക്കുന്ന കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ഭൂമിജ നല്ല മാസായിട്ട് നിൽക്കുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുക കേട്ടോ. അപ്പോഴാണ് ഭൂമിജ ആ വലിയ രഹസ്യം തിരിച്ചറിയുന്നത്. അതായത് നമ്മുടെ അജയുടെ അപ്പച്ചിയാണെങ്കിൽ, ഭൂമിജയുടെ അമ്മയാണെങ്കിൽ വളർത്തച്ഛനെ കണ്ടുമുട്ടുന്നൊരു കാഴ്ച. അവരെ ആദ്യം തന്നെ തിരിച്ചറിയുന്നത് വളർത്തച്ഛനായതുകൊണ്ട് തന്നെ അദ്ദേഹമാണെങ്കിൽ ഓടി രക്ഷപ്പെടുന്നത് നമ്മുടെ ഭൂമിജയുടെ അമ്മ കാണുന്നുണ്ട്. അങ്ങനെ അതായത് യഥാർത്ഥ അമ്മ ഇതേ സമയം അവർ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. ഇത് അദ്ദേഹം തന്നെയാണ് താൻ തൻ്റെ മകളെ കൊല്ലാൻ ഏൽപ്പിച്ചിട്ട് ഇതുവരെ അയാൾ ആ മകളെ കൊന്നുവോ അതോ ആ മകൾ ജീവനോടെ ഉണ്ടോ എന്ന് അയാളെ പിടികൂടിയാൽ അറിയാൻ സാധിക്കുമെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് നമ്മുടെ ഭൂമിജയുടെ യഥാർത്ഥ അമ്മയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ അച്ഛനെ തേടി ഭൂമിജയുടെ വീട്ടിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. ഒടുവിൽ ഭൂമിജ ഞെട്ടിക്കുന്ന വിവരം തിരിച്ചറിയുന്നുണ്ടെന്നും